നല്ല പരീക്ഷയായിരുന്നു. കൊള്ളാം, കുഴപ്പമൊന്നുമില്ലായിരുന്നു. മാത്സ് ചിലതൊക്കെ കുഴപ്പമില്ലായിരുന്നു, ഈസി ആയിരുന്നു. കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഏകദേശം. സ്റ്റേറ്റ്മെന്റ് കുറച്ചുണ്ടായിരുന്നു. കറണ്ട് അഫെയർ ഉണ്ടായിരുന്നു. മാമിൻ്റെ ക്ലാസ്സിൽ ഞാൻ എൻട്രിയിൽ പഠിക്കുന്നതാണ്. സുജേഷ് സാറിനെ അറിയാം. പിന്നെ അപ്പോൾ മോശമില്ല. നമ്മൾ ലാസ്റ്റ് റിവിഷനൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടു. ലാസ്റ്റത്തെ ടൈമിൽ നമുക്ക് കിട്ടിയ പ്രധാന പദവികളും അതൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. ഞാൻ ഇന്നലെ കൂടി റിവിഷനൊക്കെ ചെയ്തുകൊണ്ട് അതൊക്കെ എളുപ്പമായിരുന്നു. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലും പ്രിമിലൻസിന്റെ അത്രയും എളുപ്പമായിട്ട് തോന്നിയില്ല. മാത്സ് കിട്ടി. ഇല്ലില്ല, മാത്സ് സിമ്പിളാണ്. ബാക്കി GK സ്റ്റേറ്റ്മെന്റ് കൂടുതലാണ്. അടിപൊളി, സൂപ്പർ. നല്ലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. മാത്സ് വളരെ സിമ്പിളായിരുന്നു, പൊതുവെ എളുപ്പമായിരുന്നു. ഈ ലെവലൊക്കെ വളരെ നോർമൽ ലെവലായിരുന്നു എല്ലാം. വലിയ കുഴപ്പമില്ലായിരുന്നു. പൊതുവെ എളുപ്പമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. മാത്സ് സിമ്പിളായിരുന്നു. മാത്സ് നല്ല എളുപ്പമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. കട്ട് ഓഫ് കൂടുതലായിരിക്കും. കുഴപ്പമില്ലായിരുന്നു. എഴുതാനൊക്കെ പറ്റും, പിന്നെ മൈനസ് ഉണ്ടാവുമായിരിക്കും. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് ചെയ്യാൻ പറ്റുന്നതാ. കറണ്ട് അഫയേഴ്സ് 23 കൂടുതലും ചോദിച്ചത്. മാത്സ് എളുപ്പം ചെയ്യാൻ പറ്റും. എളുപ്പമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ഈസി ആയിരുന്നു. കറണ്ട് അഫയേഴ്സും വലിയ പാടില്ലായിരുന്നു. മാത്സ് 2 ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ച് ഡൗട്ടായിട്ട് തോന്നി. കുഴപ്പമില്ലായിരുന്നു, ആവറേജ് നല്ലതായിരുന്നു. എളുപ്പമായിരുന്നു. GK എല്ലാം സിമ്പിളായിരുന്നു. 2-3 എണ്ണം ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. കറണ്ട് അഫയേഴ്സും ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. മാത്സ് എല്ലാം കിട്ടി, എളുപ്പമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. GK എല്ലാം എളുപ്പമായിരുന്നു. മാത്സ് ആയിരുന്നു മൊത്തം, മെന്റൽ എബിലിറ്റി കുറവായിരുന്നു. മൊത്തം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരുന്നു. കറണ്ട് അഫയേഴ്സും ഉണ്ടായിരുന്നു, കുറച്ചോളാം, 3 ഉള്ളായിരുന്നു. കട്ട് ഓഫ് കൂടുതലായിരിക്കും. മാത്സ് സിമ്പിളായിരുന്നു അത്യാവശ്യം എല്ലാം. GK കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നെങ്കിലും സിമ്പിൾ ആയിരുന്നു. കട്ട് ഓഫ് നല്ല കൂടുതലായിരിക്കും. കുഴപ്പമില്ലായിരുന്നു, നല്ല എക്സാം ആയിരുന്നു. കറണ്ട് അഫയേഴ്സ് എളുപ്പമായിരുന്നു. GK 2-3 എണ്ണം ഇച്ചിരി ഒരു ഇതായിരുന്നു. ആയുഷിന്റെ ഒരു ഇച്ചിരി. മാത്സ് 2-3 എണ്ണത്തിന് ആൻസർ കിട്ടിയില്ല. ഈസി ആയിരുന്നല്ല, എളുപ്പമായിരുന്നു. മാത്സും കുഴപ്പമില്ലായിരുന്നു. ഇല്ല, വലിയ കുഴപ്പമില്ല, സിമ്പിൾ ആയിരുന്നല്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. സാധ്യതയുണ്ട്. കുഴപ്പമില്ലായിരുന്നു. GK കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഒരുപാട് മൈനസ് വരുത്തക്ക രീതിയിലുള്ള അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. മാത്സ് കുഴപ്പമില്ല, 2-3 ആൻസർ നമുക്ക് ഓപ്ഷൻ ഇങ്ങനെ ഒരുപോലുള്ള കുഴപ്പമില്ലായിരുന്നു. ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല, എളുപ്പമായിരുന്നു. എക്സാം വലിയ കുഴപ്പമില്ല. മാത്സ് ഇച്ചിരി പാടായിരുന്നു. പഠിച്ചവർക്കെല്ലാം നല്ല ഇതായിരിക്കും, പക്ഷേ വലിയ കുഴപ്പമില്ല. എഴുതിയിട്ടുണ്ടല്ലോ. ക്വസ്റ്റ്യൻ സിമ്പിളായിരുന്നു, കൺഫ്യൂസിങ് ഉണ്ടായിരുന്നു. നല്ല കട്ട് ഓഫ് ആയിരിക്കും. നല്ല അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാം സിമ്പിളായിരുന്നു കാര്യങ്ങൾ. എല്ലാം SCRT ബേസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം. ഇല്ല, കറണ്ട് അഫയേഴ്സ് ഒക്കെ സിമ്പിൾ കറണ്ട് അഫയേഴ്സ്, കൂടുതലും G20, ചന്ദ്രയാൻ 3 അങ്ങനെ തന്നെ. മാത്സ് എല്ലാം നല്ല എളുപ്പമായിരുന്നു. കുറച്ച് സിമ്പിളായിരുന്നു. മാത്സ് സിമ്പിളായിരുന്നു. ഇച്ചിരി ചിലതൊക്കെ ഇച്ചിരി സമയം എടുക്കും, എന്നാലും കുഴപ്പമില്ല. ഒരു 80 മേളിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നെഗറ്റീവ് അടിക്കാൻ കുറച്ച് ഈ പ്രസ്താവനയൊക്കെ ചിലപ്പോൾ ഇച്ചിരി നെഗറ്റീവ് അടിക്കും. എന്നാലും നന്നായിട്ട് ഇതായിട്ട് കൂളായിട്ട് ചെയ്യുന്നവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. എളുപ്പമായിരുന്നു.